ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തെ ജഡായു സെൻറ്ററിലാണുള്ളത്. ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഞാൻ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ 450 രൂപയാണ് നമ്മൾ സൈറ്റിൽ കാണിച്ചത്. അപ്പോൾ ബുക്കിങ്ങും GSTയും ബാക്കിയുള്ള ചാർജസ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് 545 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നു. അപ്പോൾ ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അതാ നോക്കുക, നല്ല വിശാലമായ പാർക്ക് സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഇവിടെ നിങ്ങൾ ബുക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ ഇവിടെ തന്നെ ബുക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ റൈഡൊക്കെ ഉണ്ട്. അതിന് 2400 രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ തന്നെ നടന്ന് തന്നെ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 250 രൂപയും പ്ലസ് GST ബാക്കിയുള്ള ചാർജസ് എല്ലാം അവിടെ വരും. അപ്പോൾ നടന്ന് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാം. കേബിൾ കാറിന് പോകുന്നതിനും തിരിച്ചു വരുന്നതിനാണ് 450 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്രാ മെത്തേഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി കാഴ്ചകൾ എന്തായാലും കണ്ടു നോക്കാം. ബാർകോഡൊക്കെ സ്കാൻ ചെയ്തു. ബാർകോഡൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലൊക്കെ നല്ല കിട്ടില്ല, എയർപോർട്ടിലൊക്കെ പോയൊരു ഫീൽ ചെയ്യാനാണ് ഇവിടെ വരുമ്പം കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്തതിന് ശേഷം ഇവരൊരു ഇങ്ങനെ ഒരു വാച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ച് എന്ന് പറഞ്ഞാൽ GPS ട്രാക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ മുകളിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇവർക്ക് കൃത്യമായിട്ട് സെക്യൂരിറ്റീസിനൊക്കെ കൃത്യമായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് GPS ട്രാക്കിംഗ് ഉള്ളൊരു വാച്ചാണ് ഇത് തന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. സോ പിന്നീട് എന്താണ് കേബിൾ കാറിൽ കയറാനുള്ളൊരു ടിക്കറ്റ്, ചെറിയൊരു ടിക്കറ്റ് അവർ തന്നിട്ടുണ്ട്. അതോടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കേബിൾ കാറിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കേബിൾ കാർ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് ചെയ്യാം. നമുക്ക് ഏകദേശം 6 പേർക്കോളം ഒരു ക്യാബിനകത്ത് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജഡായു ശില്പത്തിന് അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ വ്ളോഗ് ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ സുഹൃത്തായ അഖിൽ മുത്തു എന്ന് പറയുന്ന അഖിലിന് വേണ്ടിയാണ് ഈ വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശിലാഫലകമാണ് നിങ്ങളിവിടെ കാണുന്നത്. അദ്ദേഹം ജഡായു ഈ
ശില്പത്തിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടു പോവുകയുണ്ടായി. ഒരുപക്ഷെ എന്നെ പോണൊക്കെ അല്ലെങ്കിൽ ഒരു വ്ളോഗർ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊട്ടാരക്കര റൂട്ട് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത്രയും നാൾ ഞാനിവിടെ വരാതിരുന്നതിന് കാരണം എന്താണ് പറയാം, ഈ ഒരു അപകടം അല്ല എൻ്റെ സുഹൃത്തിൻ്റെ മരണം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാനിവിടെ വരാതിരുന്നതും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ പോർഷൻ പാസ് ചെയ്ത് പോയതായിരുന്നു. അപ്പോൾ ഈ പാസ് ചെയ്ത് പോയതിന് ശേഷം ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിയായിട്ട് സംസാരിച്ച സെക്യൂരിറ്റി ചേച്ചിയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു ഫലകം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വ്ളോഗ് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വീഡിയോയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേബിൾ കാറിൽ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ആ ട്രാവൽ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 10 മണി തൊട്ട് 12 മണി വരെയുള്ള ടിക്കറ്റാണ്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിച്ചത്, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവിടെ നല്ല വെയിലായിരിക്കും, അതിൻ്റെ ടോപ്പിൽ നല്ല വെയിലായിരിക്കും എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കൊല്ലത്ത് ശാസ്താംകോട്ടയാണ് എൻ്റെ വീട്. അപ്പോൾ ഞാനിതൊരു 100 വട്ടം പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടെ കയറാനായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് ഞെട്ടിപ്പോയി. തീർച്ചയായിട്ടും എന്താണ് പറയുക, ലൈഫിൽ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ മിസ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരികയാണെങ്കിൽ വരിക, എൻജോയ് ചെയ്യാമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അസാധ്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെ നമുക്കതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു 2007-2008 കാലഘട്ടത്തിൽ ഞാൻ 5ലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇത് ഇത്രയും കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിവിടെ വന്നിട്ട് ഈ നടന്നിവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോവാണ്. അത്രത്തോളം ഡെവലപ്മെൻറ്റാണ് ഇവിടെ ഉള്ളതും. എസ്പെഷ്യലി ഞങ്ങൾ ഇപ്പം നമുക്കിവിടെ ആണെങ്കിലും ശ്രീരാമപാദം പതിഞ്ഞ പാറ കാണാം. അപ്പോൾ അത് നിങ്ങൾ വന്ന് കണ്ടു നോക്കുക. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരിക്കലും പറ്റാത്തൊരു കുളം ഈ പാറയുടെ മുകളിലുണ്ട്. അതൊക്കെ അത് എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ശ്രീരാമപാദമൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നീട് എന്താണ് പറയുക, ഇതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ജഡായുവിൻ്റെ ഉള്ളിലേക്കുള്ള തിയേറ്റർ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൂടെയൊക്കെ വരുമ്പോൾ എന്തായാലും വേറെ ലെവലായിട്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ടിക്കറ്റ് എടുത്തു, കേബിൾ കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് കേബിൾ കാർ ആയിരിക്കും ഏറ്റവും ഹൈലൈറ്റ് എന്ന് വിചാരിച്ചു. പക്ഷേ കേബിൾ കാർ അല്ല ഒരിക്കലും ഒരു ഹൈലൈറ്റ്. ഇതിന് മുകളിൽ വരുമ്പോൾ ഈ ശില്പം കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫീൽ, അതോടൊപ്പം തന്നെ ഇവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക്, അതെല്ലാം തന്നെ നമ്മളെ എന്താണ് പറയുക വേറെ ലെവലിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ശ്രീരാമ ക്ഷേത്രം പണിയുന്നുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ ആകുമ്പോൾ അതെല്ലാം ഡെവലപ്പായി ഒക്കെ വരുമ്പോഴത്തേനും വേറെ ലെവലായിരിക്കും. തീർച്ചയായിട്ടും എന്താണ് പറയുക, ഇതുവരെ നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ വരിക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാം. പിന്നീട് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈവനിങ് ഒരു സ്ലോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. 6 മണി തൊട്ട് 8 മണി വരെ ഒരു സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പകലിൻ്റെ ബ്യൂട്ടി, അതോടൊപ്പം തന്നെ രാത്രി വരെ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേനുള്ള ആംബിയൻസ് കിടിലമായിരിക്കും. ഇവിടുത്തെ മ്യൂസിക് എല്ലായിടും ആകുമ്പോൾ കിടിലമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ എന്തായാലും കണ്ടു നോക്കാം.
രാജീവ് അഞ്ചൽ സാറിന് വലിയൊരു എന്താണ് പറയുക അഭിനന്ദനം അല്ലെങ്കിൽ വലിയൊരു കൈയടി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്ര മനോഹരമായിട്ടാണ് ഈ ശില്പം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ശില്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജഡായുവിൻ്റെ ഈ ശില്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും അപ്പോൾ ഇതിനുള്ളിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട് പൂർത്തിയായിട്ടില്ല. ഇനി 40 കോടിയുടെ ഒരു കൺസ്ട്രക്ഷൻ കൂടി നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് ശേഷമാണ് ഇതിനകത്തൊരു 6D തിയേറ്റർ വരുമെന്നാണ് പറഞ്ഞത്. 6D തിയേറ്റർ ദുബായിൽ പോലെ 5D തിയേറ്ററേ ഉള്ളൂ. ഇപ്പോൾ സീറ്റൊക്കെ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള തിയേറ്ററാണ്. അപ്പോൾ എന്താണ് രാമനും രാവണനും തമ്മിലുള്ള യുദ്ധമൊക്കെ ആനിമേഷൻ വർക്കിലൂടെയൊക്കെ കാണിക്കുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. അതിനുശേഷം ആ ബ്ലഡൊക്കെ വന്ന് നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തിൽ ഇനി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ ഈ കൺസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രാജീവ് അഞ്ചൽ സാറിൻ്റെ ആ കരവിരുതിലൂടെ അത് വരുമ്പോഴും അത് വേറെ ലെവൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൂടെയൊക്കെ നമുക്ക് എന്തായാലും ഇത് ഓപ്പണായി കഴിയുമ്പോഴത്തേനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയുക, ഇതിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിറക് വിരിച്ച് പടിഞ്ഞാറോട്ട് ചിറക് വിരിച്ച് കിഴക്കോട്ട് നോക്കുന്ന ജഡായുവിൻ്റെ ശില്പമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഏകദേശം എന്താണ് 15,000 സ്ക്വയർ ഫീറ്റ്, ഇത് ടോട്ടൽ 15,000 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഏകദേശം 400 പേർക്കോളം ഒരേ സമയത്ത് ചിലവഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അമേസിങ് സംഭവം, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്, തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ജടായുപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഫുഡ് കഴിക്കണം, എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ അടിപൊളി ഒരു ഫുഡ് സ്പോട്ട് കൂടെ പറഞ്ഞുതരാം, കിളിമാനൂരുള്ള വഴിയോരക്കട. അപ്പോൾ ഞാൻ വഴിയോരക്കടയിൽ പോയിട്ട് ഊണൊക്കെ കഴിച്ചിട്ട്, കിടില ഊണാണ്, കിടില ഫുഡ് സ്പോട്ടാണ്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.